ജൂൺ 3 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒരു ചിറകും ഒരു പ്രാർത്ഥനയും എന്ന തലക്കെട്ടോടു കൂടിയാണ്. തീർച്ചയായിട്ടും 6ാമത്തെ പടിയിലേക്ക് വരുമ്പോൾ ചിറക് എനിക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. ആ ചിറക് ഉപയോഗിച്ചുകൊണ്ട് പറക്കാനുള്ള അത്യധികമായ ആഗ്രഹം ഉണ്ടാവണം. അപ്പോഴാണ് എനിക്കൊരു ചിറകിനെ കൊണ്ട് പറക്കാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പം അതിനാണ് ആ പ്രാർത്ഥനയെ അവിടെ ഉപയോഗമാക്കുന്നത്. പ്രാർത്ഥന ഇവിടെ എന്നോട് തന്നെയുള്ള അർത്ഥനയായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രാർത്ഥന വരുന്നു. ഞാൻ ഏടെ പ്രോഗ്രാമിലൂടെ എന്നിൽ കണ്ടെത്തിയിട്ടുള്ള പല അപാകതകളും ഉണ്ട്. ഞാൻ മറ്റുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുകയും അവർ കാരണമാണ് എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നിടത്തുനിന്ന് മാറിക്കൊണ്ട് എന്നിലൊരു കുഴപ്പമുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം എന്നിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് ഞാൻ കണ്ടെത്തുമ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ട? കുഴപ്പങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു, കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാവും. യഥാർത്ഥത്തിൽ പ്രോഗ്രാം പറയുകയാണ്, പിന്നീട് അത്യാസക്തനാണ്. ഈ ബോധ്യമായ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക എന്നെപ്പോലെ ഒരു ആൾക്ക് എളുപ്പമല്ല. അതിനെ നിരന്തരമായിട്ട് എൻ്റെ ശീലത്തിൻ്റെ ഭാഗമാക്കണം. മാറാനുള്ള അത്യധികമായ ആഗ്രഹം വേണം. ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ് എനിക്ക് മാറ്റേണ്ടത്, ഏതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്, എന്നിലൂടെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി, എനിക്കും മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നത് എനിക്കും ഉപദ്രവകരമായിട്ട് മാറുന്ന പല സ്വഭാവ ദൂഷ്യങ്ങളും എന്നിലുണ്ട്. അപ്പം ആ കുഴപ്പങ്ങളെല്ലാം കണ്ടെത്തി ആ കണ്ടെത്തിയതിൽ നിന്ന് മാറാൻ എത്രത്തോളം ആഗ്രഹമുണ്ട്, എത്രത്തോളം ഞാൻ തയ്യാറായിട്ടുണ്ട് മാറാൻ, അല്ലെങ്കിൽ ഞാനത് കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്തി കഴിഞ്ഞാലേ എനിക്ക് മാറ്റാൻ പറ്റും. മറ്റേത് ഞാൻ തന്നെ എൻ്റെ തലയിലെ കിരീടത്തിലെ പൊൻതൂവലുകളായിട്ടാണ് ഇത് കൊണ്ടുനടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയില്ല, മറ്റുള്ളവർ തിരിച്ചറിയും. എൻ്റെ സ്വഭാവത്തിലെ വളരെ മോശമായ, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന പല കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നത്, എനിക്ക് മറ്റുള്ളവരോട് ഒരു കാരണവും ഇല്ലാതെ ദേഷ്യം ഉണ്ടാവുന്നത്, മറ്റുള്ള ആളുകളോടുള്ള അസൂയ, മറ്റുള്ളവരെ ശരിയാക്കാനുള്ള എൻ്റെ തീവ്രമായ അഭിലാഷം, അതൊക്കെ എൻ്റെ കുഴപ്പങ്ങളാണ്. അപ്പോൾ പല രീതിയിൽ പല കാര്യങ്ങളുണ്ടാവും. അവിടെയൊക്കെ ഞാൻ മറ്റുള്ള ആളുകളിൽ കാണാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എന്നിലുണ്ട് എന്ന് കണ്ടെത്തിയോ? അവിടെ നിന്ന് മാറിയോ? ഞാൻ ഇങ്ങനെ അസ്വസ്ഥനും കുറ്റപ്പെടുത്താനൊക്കെ ആൾക്കാർ തുടങ്ങുമ്പോൾ എന്നിലൊരു കുഴപ്പമുണ്ട്, അത് കണ്ടെത്തിയോ എന്നാണ്. അപ്പോൾ അത് മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കണം. സമ്മതിക്കാതെ ആയി ഇതെൻ്റെ തലയിലെ കിരീടത്തിലെ പൊൻതൂവലുകളാവുമ്പോൾ എനിക്കിത് ഭാരമായിട്ട് എനിക്ക് അനുഭവപ്പെടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്, എനിക്ക് വേറെ പല കുഴപ്പങ്ങളും ഉണ്ടാവുന്നുണ്ട്, എന്നെ കൊണ്ടുള്ള പ്രയോജനക്രമം നഷ്ടപ്പെട്ടുകൊണ്ട്. കാരണം ആളുകൾ മുഴുവൻ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവരെയും കുറ്റം പറയാം. അവരാണ് കുഴപ്പക്കാരെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ കുഴപ്പം എൻ്റെയാണ്, ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്നതിനേക്കാൾ ഉപദ്രവകരമായിട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ പ്രവർത്തികൾ ശരിയല്ല, എന്നിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല, സത്യസന്ധത എൻ്റെ അടുത്തില്ല. എൻ്റെ കുഴപ്പങ്ങളെയും എൻ്റെ ദുർബലതകളെയും എൻ്റെ പ്രശ്നങ്ങളെയും കണ്ടെത്താനാ ഏടെ പ്രോഗ്രാം എന്നോട് ആത്മപരിശോധന കർശനമായിട്ട് നടത്തണം. നിൻ്റെ തെറ്റെന്താ? അതിന് പകരം ആളുകളെയും സാഹചര്യങ്ങളെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി പോയിക്കൊണ്ടിരുന്ന അങ്ങനെ പോവും. വേറെ കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും മാറില്ല. നിനക്കും മാറ്റം ഉണ്ടാവില്ല, നിനക്ക് സന്തോഷവും സമാധാനവും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പല ആൾക്കാർക്കും പല കുഴപ്പമുണ്ട്, അവർ മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ നിനക്ക് അവരെ ഡീൽ ചെയ്യാനും മറ്റു കാര്യങ്ങളും ഉണ്ടാവണമെങ്കിൽ നിനക്കൊരു മാറ്റം ഉണ്ടാവണം. നീ നിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തണം, അവിടെ നിന്ന് നിനക്ക് തുടങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞു. ആ ഒരു തുടക്കമാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ്റെ കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ചിറക് കൃത്യമായിട്ട് പറക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ഒരു ചിറക് കൊണ്ട് എനിക്ക് പറക്കാനായിട്ട് സാധ്യമാണ്. അതിനാണ് ആ പ്രാർത്ഥന ഉപയോഗപ്പെടുന്നത്. പ്രാർത്ഥനയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ എന്നെ തന്നെ എന്നോട് പറയുകയാണത് മാറ്റിത്തരാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ സ്വഭാവത്തിൽ ആശ്വാസമല്ലാത്ത ഈ കാര്യങ്ങളെ മാറ്റാൻ അത്രയധികം ആഗ്രഹമുണ്ട്. എനിക്കൊരു കുഴപ്പമുണ്ട്, എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. ഞാൻ നുണ പറയുന്ന ഒരു ദുശീലം എന്നിലുണ്ട്, എനിക്ക് അസൂയ തോന്നുന്നുണ്ട്, എനിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്,
മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവരുടെ കുറ്റം പറയാനുള്ള പ്രേരണ ഉണ്ടാവുന്നുണ്ട്, അവരുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, ഇത് മാറ്റിത്തരാൻ സഹായിക്കണമേ. ഇത് നിരന്തരമായി നടക്കേണ്ട പ്രവൃത്തിയാണ്. ആ പ്രാർത്ഥനകൾ പ്രവൃത്തിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആരുമായിട്ടെങ്കിലും ഏറ്റുപറയണം. ഞാൻ എന്നോട് തന്നെ സമ്മതിക്കണം, അത് കുഴപ്പമാണ്, അതിൻ്റെ പുരോഗതി ചർച്ച ചെയ്യണം. എന്നിട്ട് അങ്ങനെ വൺ ഡേ അറ്റ് എ ടൈമിലൂടെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള എനിക്കും മറ്റുള്ളവർക്കും അഭിലഷണീയമല്ലാത്ത ഇത്തരം കുറവുകളെ മാറ്റിത്തരാനായിട്ട് എനിക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തൽ. പ്രാർത്ഥനയെ എന്നോട് ഉള്ള അർത്ഥനകളായി ഉപയുക്തമാക്കിക്കൊണ്ട് ഒരു ദിവസത്തെ പരിപാടി എന്ന നിലയിൽ എൻ്റെ സ്വഭാവത്തിൽ ആശ്വാസമല്ലാത്ത ഓരോ കാര്യങ്ങളെയും മാറ്റി തീർക്കാനുള്ള പ്രവൃത്തി അത് നിരന്തരമായ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയുന്ന തത്വങ്ങൾ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.